അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനചിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അങ്ങയുടെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചേർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പൗലോസിൻ തിരുവാക്യങ്ങൾ സാന്ത്വനിനക്കു പകർന്നീടും. മർത്യന മർത്യത പുണരുന്നു,
ക്ഷയമുള്ളോനക്ഷയനാകും മർത്യരേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃഭനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരത്തു വരം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളുവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുവേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വേർപാടില് ഏറെ ദുഃഖിതരായിരിക്കുന്ന കുഴുത്തനാമല ദേവസ്യാൻ ചേട്ട ചേച്ചി, ജിൻസിന്റെ വല്യമ്മ അമ്മച്ചി, ജിൻസിന്റെ രണ്ട് സഹോദരിമാര്, ജിൻസിന്റെ അമ്മ വീട്ടുകാര്, പഴുക്കുന്ന കുടുംബം, ജിൻസിന്റെ പ്രിയപ്പെട്ടവരായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഇടവകയുടെ നമ്മുടെ കർത്താവിന്റെ കരുണയേറിയ കരങ്ങൾ മാത്രമാണ്, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ സാന്നിധ്യം മാത്രമാണ് നിങ്ങൾക്ക് സഹായം അരുളുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ഈ കുടുംബത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ജിൻസിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7 നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു. അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. ക്രിസ്തുകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ക്രിസ്തുകാല ജീവിതം 27 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചു. 27 വർഷവും ഒരു പുഷ്പമായി
ജീവിതം ഒരു പരിമളമായി ജീവിച്ച വ്യക്തിയായിരുന്നു ജിൻസ്. വളരെ പ്രധാനമായിട്ട് ഈ ഉഴുത്തനാമല കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം. കുടുംബത്തിലെ ഓരോ കാര്യവും സമയാസമയങ്ങളിൽ നോക്കി വേണ്ടത് ചെയ്തുകൊണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യം പരീക്ഷിക്കുവാൻ, അവരുടെ രോഗാവസ്ഥയിൽ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുവാനൊക്കെ ജിൻസ് ഏറെ പരിശ്രമിച്ചിരുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ പഴുകുന്നേൽ കുടുംബത്തോടുള്ള ജിൻസിന്റെ കടപ്പാട്. വല്യമ്മച്ചി ജിൻസിന് ജീവനായിരുന്നു. വല്യമ്മച്ചിക്ക് ജിൻസും ജീവനായിരുന്നു. പലപ്പോഴും വളരെ സ്നേഹത്തോടെ വല്യമ്മച്ചിയെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നത് നേരിട്ട് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. രണ്ട് കുടുംബത്തിന്റെയും അത്താണിയായിരുന്ന ജിൻസാണ് ഇന്ന് നമ്മോട് വിട പറയുന്നത്. ഇനി ഇടവകയോട് ജിൻസിനുള്ള കടപ്പാട്, ജിൻസിനുള്ള സ്നേഹം ഏറെ വലുതായിരുന്നു. നമുക്കറിയാം, ഇവിടെ സ്കൂൾ കെട്ടിടത്തിന്റെ പണി നടക്കുമ്പോൾ എല്ലായ്പ്പോഴും ജിൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു. തുടർന്ന് ഞാനിവിടെ വന്ന് 1.5 വർഷമായപ്പോൾ ജിൻസിന്റെ സാന്നിധ്യവും സമീപനവും. ജിൻസ് ഇല്ലാതെ ഒരു കാര്യവും പള്ളിയിൽ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു ക്ലീനിങ് വെച്ചാൽ പോലും ജിൻസ് അവിടെ ഉണ്ടാകുമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പണികളും നടക്കുമ്പോൾ ജിൻസിനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഞാൻ വിളിക്കുമായിരുന്നു, ജിൻസെ നാളെ ഒരു പണിയുണ്ട്, നീ വരുമോ? ഞാൻ വന്നോളാം അച്ഛ എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ് ജിൻസ് എത്തിയിരിക്കും. സ്നേഹത്തോടെ എന്നോടൊക്കെ വഴക്ക് പിടിക്കുമായിരുന്നു. ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് റൂമിലൊക്കെ വരും. എന്നിട്ട് എന്നോട് സ്നേഹത്തോടെ വഴക്ക് പിടിച്ച അവസരങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കുർബാനയൊക്കെ നീണ്ടു പോകുന്ന അച്ഛ, ഇച്ചിരി കുറച്ചേക്കണം. അപ്പൊ ഞാനും തിരിച്ചു പറയും, പോടോ, അത് ഞാൻ തീരുമാനിച്ചോളും. അത് കേട്ട് കഴിയുമ്പോൾ ജിൻസ് തല താഴ്ത്തി പുഞ്ചിരിക്കും. പിന്നീട് ചിലപ്പോഴൊക്കെ ഒരു ചായ കുടിക്കാൻ ഞാൻ നിർബന്ധിക്കും. ചായ കുടിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ വാരും, ഇത്രയേറെ പഞ്ചസാരയിട്ട് എനിക്കും കൂടെ ഷുഗർ പിടിപ്പിക്കാനാണോ? അങ്ങനെയെല്ലാം പറഞ്ഞ് പോയാലും ഞാൻ വീണ്ടും വിളിക്കുമ്പോൾ ജിൻസ് ഞാൻ വന്നോളാം അച്ഛ എന്ന് മാത്രം മറുപടി നൽകും. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മിക്കപ്പോഴും ജിൻസിന്റെ വണ്ടി അവിടെ ഉണ്ടാകും. മഠത്തില് കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ മഴക്കാലത്ത് മഠത്തിന്റെ മുമ്പില് ഒരു പ്ലാവില് 2 ചക്ക അത് പഴുത്തു തുടങ്ങി. ഞാനിങ്ങ് നടക്കാനായിട്ട് പോകുമ്പോൾ ജിൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. ജിൻസിനോട് ഞാൻ പറഞ്ഞു, എടാ 2 ചക്ക മൂത്തിട്ടുണ്ട്, അച്ഛൻ പോയിക്കോ, ഞാനത് കൈകാര്യം ചെയ്തോളാം. തിരിച്ചു വരുമ്പോൾ ആ ചക്ക എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് എന്നോട് പറയുകയും ചെയ്തു, അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. വളരെയേറെ വിശ്വസനീയനായ ഒരു വ്യക്തിയായിരുന്നു ജിൻസ്. അതുപോലെ തന്നെ നമുക്കറിയാം, മാംപൊയിലിന്റെ നട്ടെല്ലായിട്ട് യുവാക്കളോട് ചേർന്ന് നിന്ന് സകല കാര്യങ്ങളിലും ജിൻസിന്റെ സാന്നിധ്യവും സഹായഹസ്തവും ഉണ്ടായിരുന്നത് ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒരു പക്ഷേ മാനുഷികമായിട്ട് നാം ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇത്രയേറെ നല്ല ഒരു വ്യക്തിയെ, ഇത്രയേറെ ഉപകാരപ്രദമായ ഒരു വ്യക്തിയെ ഈ ഹ്രസ്വമായ കാലയളവില് ദൈവം തിരികെ വിളിക്കുന്നത്? നമുക്കറിയാം, എല്ലാം പെട്ടെന്നായിരുന്നു. അകാലത്തിൽ എന്ന് വെച്ചാൽ വളരെ അകാലത്തില് 1 മാസം കൊണ്ട് സകലതും തീർന്നു. കഴിഞ്ഞ 8 നോയമ്പിന്റെ അവസരത്തില് ജിൻസിന് പനി ബാധിച്ചു. ആ സമയത്ത് ജിൻസ് ചികിത്സയ്ക്കായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴാണ് ജിൻസിന് ഗൗരവമായിട്ടുള്ള രോഗമുണ്ട് എന്ന് മനസ്സിലായത്. നമ്മളേവരും ആരാധന നടത്തി പ്രാർത്ഥിച്ചു, സ്ഥിരമായി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ജിൻസിന്റെ ശബ്ദം കേട്ടാൽ നമുക്കറിയാമായിരുന്നു, ജിൻസ് ഏതാണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ലോകത്തോട് യാത്ര പറയുവാനായിട്ട്. മാനുഷികമായിട്ട് നാം ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ്
ഇത്രയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ദൈവം വിളിച്ചത്. ഈ ലോകത്തിലെ ജിൻസിനെ വളരെയേറെ കാലം ജീവിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് അനുവദിച്ചില്ലല്ലോ എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തില് സമാന്തര സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരണാസന്നനായപ്പോൾ വേദനയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരുമല്ല, മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. ആ വലിയ പീഡാസഹനവും ആ വേദനയും മുന്നിൽ കണ്ടുകൊണ്ട് ഗെത്സമേൻ തോട്ടത്തില് അവിടുന്ന് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. നമ്മളേവരും ജിൻസിനു വേണ്ടി പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ആരും നിരാശരാകേണ്ടതില്ല. നാം പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചത് ഈശോയുടെ പ്രാർത്ഥന തന്നെയായിരുന്നു. ആ കുരിശിനെ അവിടുന്ന് നീക്കിയില്ല, പിതാവ് എടുത്തു മാറ്റിയില്ല, പിതാവ് പുത്രനെ സ്വീകരിച്ചു. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ അലങ്കരിച്ച് വെക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവര് ഉണങ്ങിയ പുഷ്പം കൊണ്ടുവരുന്നത്, വാടിയ പുഷ്പം കൊണ്ടുവരുന്നത്, കരിഞ്ഞ പുഷ്പം കൊണ്ടുവരുന്നത്. അതിലൊന്ന് കരിഞ്ഞാല് അവരത് നോക്കിക്കണ്ട് അതിനെ എടുത്തു മാറ്റും. അവിടെ നല്ല മനോഹരമായിട്ടുള്ള പുതുമയുള്ള ഒരു പുഷ്പം വെച്ച് ആ ഫ്ലവർ വൈസ് വീണ്ടും അലങ്കരിക്കും. സ്വർഗീയ മണവറയില്, സ്വർഗീയ ഉദ്യാനത്തില് അവിടുന്ന് തെരഞ്ഞെടുക്കുന്നത് എപ്പോഴും നല്ല പുഷ്പങ്ങളെയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ കർത്താവ് സ്നേഹിക്കുന്നവരെ പെട്ടെന്ന് വിളിച്ചു. ക്രിസ്തുകാലം എന്നത് മനുഷ്യന്റെ ചിന്താഗതിയാണ്. ഒരു പക്ഷേ മൂകമായി ജിൻസ് ഇന്ന് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ഈ പ്രായപരിധിയും പ്രായത്തിനനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള പോക്കുമൊക്കെ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിൽ മനുഷ്യൻ മൂഢനായിരിക്കുന്നു എന്ന് ജിൻസ് ഇന്ന് സൗമ്യമായിട്ട് മൂകമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജിൻസിന്റെ വേർപാട് നമ്മളെ ഏവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്, ദുഃഖമാണ്. കർത്താവിന്റെ തിരുഹിതത്തിന് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. മനുഷ്യന്റെ പരിമിതികളാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്താലും ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത് ദൈവമാണ്. നമുക്ക് ജിൻസിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സേവനങ്ങളും ചികിത്സയും കൊടുത്തു. മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാം ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഈ ജിൻസിലൂടെ നമ്മോട് എന്തൊക്കെയോ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ കുടുംബത്തിന് താങ്ങാകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമുക്ക് പരസ്പരം സഹായിക്കുകയും ഇവർക്ക് സഹായമാവുകയും താങ്ങാവുകയും ചെയ്യാം. ഈ അവസരത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്ന ഏതാനും പേരുണ്ട്. പള്ളിയില് ജിൻസിന് അസുഖമായപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കുവാനായി വന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ആത്മാർത്ഥമായിട്ട് പലരും അതിലേക്ക് സംഭാവനകൾ കൊടുത്തു. നമ്മുടെ ഇടവകയിൽ നിന്നും പുറത്തു വന്നു. എല്ലാവരെയും ഈ അവസരത്തിൽ ഇടവകയുടെ പേരിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ജിൻസിനോടൊപ്പം ആശുപത്രിയിലായിരുന്ന ഷിജോ പുരയിടത്തിലിനെ, ഇവിടെ ദേവസ്വം ചേർന്ന പെണ്ടമ്മ ചേച്ചിയെ, അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഒരു മാസത്തിലേറെ ജിൻസിന് വേണ്ട സകലതും ചെയ്തു കൊടുത്ത പഴുകുന്നതിന് ഷിജോ, ഇവരെയും ഞാൻ ഏറ്റവും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ പേര് പറഞ്ഞ് ഓർക്കുകയാണ്. കാരണം മറ്റാരെയും കൂടുതൽ ത്യാഗത്തോടു കൂടിയിട്ട് ജിൻസിനോട് നിന്ന ഇവരെ എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ സമയാസമയങ്ങളിൽ ഇവിടെ നിന്ന് പോവുകയും ജിൻസിനോടൊപ്പം ആയിരിക്കുകയും ഫോൺ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളുണ്ട്, പുറത്തു നിന്നുള്ളവരുണ്ട്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. നിശ്ചയമായിട്ടും ജിൻസ് നമ്മോടെല്ലാം നന്ദി പറയുന്നുണ്ട്. ഞാൻ പോവുകയാണ്, നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും അനുശോചനം അറിയിച്ചുകൊണ്ട്
ഞാൻ നിർത്തുന്നു. ജെൻസിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ നിന്റെ കൽപ്പനയാൽ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്തരത്തോളം സൂക്ഷ്മമായി എത്തിക്കുവാൻ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവദാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ വിദേശത്തിൽ നിന്റെ മറ്റൊരു പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വഗ്രഹത്തിനവകാശിയായി ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസണ്ടമനത്തിൽ സ്വയം കണ്ണുനീർ ചിന്തയെ മിശിഹായി കരി നടകണ്ണുനീർ തുടങ്ങിയ വരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് അന്ത്യോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മറഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപന കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ദൈവാലയത്തിലേക്കുള്ള വിലാപയാത്രയാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേർക്ക് മാത്രമേ ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് അനുവാദമുള്ളൂ. അതുകൊണ്ട് കഴിവതും പേര് ഇവിടെ നിന്ന് തന്നെ പിരിഞ്ഞു പോകണം. ഭക്തിപൂർവ്വം നമുക്ക് ഈ വിലാപയാത്രയിൽ പങ്കുചേരാം. അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ പാടുള്ളതല്ല. കുടുംബാംഗങ്ങൾ മാത്രം ഈ സമയത്ത് അവരുടെ സ്നേഹം അറിയിച്ച് നമ്മുടെ ബോഡി പള്ളിയിലേക്ക് എടുക്കുന്നതായിരിക്കും. വഴിക്കുള്ളവർ നടന്നു തുടങ്ങിക്കോളൂ. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. അഞ്ചലുണ്ടോ? റിവേഴ്സ് കയറിയല്ലേ? മതിയോ? കൂലിക്കലെന്നാണ് ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയനാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിനാ. എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമായി ലോകവുമതിലെ ചെടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത നശിക്കും ലോകമതിന്റെ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിടവോ. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളനാദം വിധിനാളുയരും മോഹനഗാനം അത് കേട്ടുണരും മൃതരെല്ലാരും സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും പുനരധിവാസം നൽകും.
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ ശരീരങ്ങൾ ഉദ്ധാരണമേകുന്നു. ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമക്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. അവനിക്ക് വെറുതെ കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ വാനവരാജ്യം നേടും മരുതന് ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന് ഭാഗ്യം. വരികനിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥൻ നിന്നിതു കേൾക്കും മനുജന് ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ നാശമേ കർത്താവേ, ആ ശബ്ദമഗ്നിയുമായ നീ ജീവിതയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അവരുടെ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മകനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഔഷധത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുമായ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ വ്രതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ
അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാകുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോപ്പിനിയും നൈരാശ്യം